തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ചിന്നമന്നൂർ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ തേനി ജില്ലയിലെ ഗ്രാമങ്ങളിലൊക്കെയുള്ള കുറച്ച് ഗ്രാമീണരൊക്കെ ഒത്തുകൂടിയിട്ട് നടത്തുന്ന വലിയൊരു നാട്ടുചന്ത കാണാനായിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസമാണ് ആ ചന്ത നടക്കുന്നത്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് ഒരു 8 മണി വരെയാണ് ചന്ത പ്രവർത്തിക്കുന്നത്. ഇവിടെ ചിന്നമന്നൂർ മുനിസിപ്പാലിറ്റിയുടെ പരിസരത്താണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ തേനി ജില്ലയിലെ ഗ്രാമങ്ങളുടെ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. നമുക്ക് ഇന്ന് ആ ചന്തയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ കമ്പത്ത് നിന്ന് തേനിക്ക് പോകുന്ന റൂട്ടിലാണ് ചിന്നമന്നൂർ എന്ന സ്ഥലമുണ്ട്. കമ്പത്ത് നിന്ന് 17 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. അപ്പോൾ ചിന്നമന്നൂർ ടൗണിൽ തന്നെയാണ് ഈ ചന്ത പ്രവർത്തിക്കുന്നത്. ഈ കാണുന്ന റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണിത് ഒരു കാളവണ്ടി പോകുന്നത്. നോക്കി, അതുപോലെ തന്നെ ചന്തയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു സ്ഥലമുണ്ട് കേട്ടോ. രാവിലെ 6 മണി മുതലാണ് ടൈം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സമയം 7 മണി ആയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ആക്റ്റീവായിട്ട് വരുന്നേ ഉള്ളൂ. ഇവിടെ ആദ്യം നടക്കുന്നത് ഈ ആടുകളെ വിൽക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നമുക്ക്. ഇത് കണ്ടില്ല, ചിന്നമന്നൂർ ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഈ ചന്തയുള്ള കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഗ്രാമങ്ങളിലൊക്കെ ഉള്ളവരെ അവരുടെ വീട്ടിൽ വളർത്തുന്ന ആടുകളാണ് അതിനൊക്കെ വിൽക്കാനായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. കണ്ടില്ലേ, സാധാ നാട്ടാടുകളും അതുപോലെ ചെമ്മരിയാടുകളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ കോഴികളുണ്ട്, നാടൻ കോഴികളൊക്കെ നമുക്ക് ഈ ചന്തയിൽ നിന്ന് നോക്കി വാങ്ങിച്ചുകൊണ്ട് പോകാം. ഇതുണ്ടോ, ഇതിൻ്റെ അകത്താണ് ഈ ചന്ത മെയിനായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പച്ചക്കറികൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് വാങ്ങാം ഇവിടെ നിന്ന് കേട്ടോ. അതൊക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ. ഈ ആടിൻ്റെ അപ്പോൾ ഇതിൻ്റെ വിൽപ്പന കഴിഞ്ഞിട്ടാണ് ആ ചന്തയൊക്കെ തുടങ്ങുള്ളൂ. ഇത് കണ്ടില്ലേ, എന്തോരം ആടുകളാണെന്ന് നോക്കി. ആടുകളും കൂടി നിൽക്കുന്നത് കണ്ടില്ലേ. ഒരമ്മയാടും 2 കുഞ്ഞുങ്ങളും ഫാമിലി ആയിട്ട് വന്നേക്കുവാണ്. നാട്ടാടാ ഇത്? ഇതെന്നാ വില? 22. അത് 3ഉം ഇത് 1 മാത്രം. ആ, ഈ ആടിന് ഇതിൻ്റെ 22. ഇത് 42. മൊത്തം 42 ആണ് കേട്ടോ. ഇത് എവ്വളോ ലിറ്റർ പാല് കിടക്കും? കടായി. ഓക്കെ. ആ, ഇത് കടായി എന്ന് പറഞ്ഞാൽ ഇത് ആണാടാണേ. ആ, ബ്രീഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് റേറ്റ് എന്നാ പറഞ്ഞേ? 14,700 கேட்டிருக்கோம். ஓகே, நீங்க அது வாங்கிக்க வந்தா 15,500 சொல்றாரு. நம்மளுக்கு நட்டமாக. இது என்ன விலைக்கு உண்டுது? இது 14,500 கட்டு. 14,500 கட்டு. எப்படி கட்டினா ஒரு தலகாலம் மிச்சமாகும், வேற ஒன்றும் கிடையாது. அப்புறம் அதுக்கு மேல 16,000க்கு போட்டோமாக்க തലകാലം നമ്മൾ 4 രൂപ വരാതെ. അപ്പോൾ അതിന്റെ വില പേശലൊക്കെ നടക്കുന്നുണ്ട്. വില ജാസ്തി. ഇത് ആരാ കൊണ്ടുവരുന്നത്? ഇത് ഇങ്ങ ഉള്ള ഊരിലുള്ളവർ തന്നെ? ബ്രോക്കർ ഇരിക്കാ ഇങ്ങ? വില കമ്മിയായി കിടക്കുവാ? ഇവിടെ ഈ ബ്രോക്കർമാർ വില കയറ്റി വെക്കുന്ന പറഞ്ഞ കേട്ടോ. ഇതൊക്കെ പെണ്ണാടുകളാണ്, കണ്ടില്ലേ. ഇവിടെ ചെമ്മരിയാടുകളും നാട്ടാടുകളും അങ്ങനെ എല്ലാം ഉണ്ട്. അതെ, ഈ വണ്ടി നിറയെ ആടുകളെയാണ് വിൽക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് മൊത്തം ഈ കുട്ടികളാണ് കേട്ടോ, കണ്ടില്ലേ. നാടനുണ്ട്, അതുപോലെ ചെമ്മരിയുണ്ട്. ഇത് ഇവിടെ 2 കുട്ടികൾ നിൽക്കുന്നുണ്ട്. ഇത് ചെമ്മരി. ഇത് ചെമ്മരി നല്ല ക്യൂട്ട് കുട്ടികളല്ലേ, 2 പേര്. അണ്ണാ, ഇതിൻ്റെ റേറ്റ് ഒന്ന് സൊല്ല്. ഇതിൻ്റെ ഇത് എവ്വളോ? ഇത് 11,000 രൂപ. രണ്ടും ജോഡി. സിംഗിളാ? ഇത് ഫൈനൽ റേറ്റ്? വില കമ്മിയായി കൊടുക്കുക? ഇല്ല, കൊടുക്ക മുടിയാതെ. ഒരു റേറ്റ് ഒന്നും കുറയ്ക്കില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് ചെമ്മരിയാടിൻ്റെ കുട്ടികളാണ്. അതെ, ഇവിടെ ഉണ്ട്. അതൊരു നാട്ടാടാന്ന് തോന്നുന്നു കണ്ടിട്ട്. கால் இருக்குல, கால் இந்த கால் இருக்குல, இந்த தரை வந்து இம்பிட்டு இருக்குல, என்னன்னா கால் தரம் இருக்குல, இந்த கடை வந்து மரிச்சு வரும். നല്ല ഹൈറ്റാ വരുമോ? ஹைட்டா வரும். അതിൻ്റെ റേറ്റ് സൊല്ല്. ரேட்டா அதே 6,000 சொல்லிக்கிட்டே இருக்கேன். அது 6,000. அது 6,000 ரூபா. நான் வந்து ஓனர். ബ്രോക്കർ இருக்காங்க? ബ്രോക്കർ ഇല്ല, ഡയറക്റ്റ് സെയിലാ? இருக்காங்க, நிறைய இருக்காங்க ബ്രോക്കർலாம். ഇവിടെ ബ്രോക്കർമാരും ഉണ്ട്, ഡയറക്റ്റ് സെയിലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ മാട് കിടക്കുക? മാട് இருக்கு. இங்க கம்பத்து சந்தையில இருக்கு. കമ്പത്ത് ഇങ്ങ ഇല്ല, ഇങ്ങ ആട് മട്ടും താൻ. இங்க வந்து ஆடு மட்டும். ഇവിടെ ആടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ஆமா, அங்க ஆண்டி வீடு சந்தையில இருக்குது. മാട്ടുചന്ത കമ്പം ഭാഗത്താണ് വരുന്നത്, കണ്ടില്ലേ.
കൊണ്ടുവന്നേക്കുന്ന നാട്ടിലെ ഇതൊക്കെ നാട്ടാടുകളാണേ. നാട്ടാട്. ആ, ഒത്തിരിയൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഹാസനിൽ കണ്ട അത്രയൊന്നുമില്ല. കാരണം വെറൈറ്റീസ് കുറവാണ്. ഈ നാട്ടാടുകളാണ് മെയിനായിട്ട്. പിന്നെ ചെമ്മരിയാടുകളും അങ്ങനെ ഒരുപാട് ഇനങ്ങളൊന്നും ഇല്ല കേട്ടോ. മൂന്ന് മാസം പ്രായമുള്ള 2 ചെമ്മരിയാടി കുട്ടികളാണേ. അണ്ണ ഇത് എவ்வளோ റേറ്റിൽ കൊടുക്കുന്നത്? 15 രൂപ. ഒരു കുട്ടി 15 രൂപ. 2 എണ്ണം. ഓക്കെ ഓക്കെ, 2 എണ്ണം ചേർത്ത് 15 രൂപയാണേ. ചെമ്മരിയാടിൻ്റെ കുട്ടി 3 മാസമായിട്ടുള്ളൂ. ഇതാണ് ഇത് ആണ്. ആ, എല്ലാം ഈ കടായിയാണ് കേട്ടോ. കടായി എന്ന് പറഞ്ഞാൽ ഈ ബ്രീഡ് ചെയ്യാനായിട്ടുള്ള ആണാടുകളാണ്. അപ്പോൾ ഇതൊരു കുട്ടിയാടാണെന്നാണ് പറഞ്ഞത് കേട്ടോ. 2 വയസ്സേ ഉള്ളൂ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ കുട്ടിയാണെന്നൊന്നും പറയില്ല. 2 വയസ്സുള്ളതുകൊണ്ടാണ് അവർ കുട്ടിയാടെന്ന് പറഞ്ഞത് കേട്ടോ. ആ, 20 ലിറ്റർ പാൽ പിച്ച്. 20 ലിറ്റർ പാല്. വെറുതെ പറഞ്ഞാട്ടെ. ഇത് മുട്ടനാടാണ്. മുട്ടനാട്. ഇത് എവ്വളോ? 25. 23,000 രൂപ കറവാ. TV போட்டு பேசியாங்கட்ட வக்கால ஒரு சீக்கிரம் வர 25 ഫൈനൽ റേറ്റാ? അതെയോ? ആ, ഇതിപ്പം മുട്ടനാടാണ്. പിന്നെ 2 വയസ്സുണ്ട്. ഇത് നാടനാടാണ്, പക്ഷെ നല്ല ഹൈറ്റ് വെക്കുന്ന ഇനമാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആടുകളെല്ലാം എങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ വരുന്ന ആടുകളാ? വെളിനാട്ടിൽ നിന്ന് വരുവാ? ഇല്ല, മൊത്തം ഇവിടെ ഈ ഒരു പ്രദേശത്തുള്ള ആടുകൾ, ഇവിടെ ഉണ്ടാകുന്ന ആടുകളുണ്ടോ? പുറത്തുനിന്ന് ഇവിടെ കൊണ്ടുവരുന്നില്ല. സെയിലായി ഇത്? ആ, കേരളാവ്. ഇത് നിങ്ങതാ വാങ്ങിയത്? ആ, ഇതിപ്പോൾ സെയിലായതാണ് ഈ വണ്ടി നിറയെ. ഇത് കേരളാവിലേക്ക്. എங்கே പോണേ? മൂന്നാറ്. ഓക്കെ, നിങ്ങൾ മൂന്നാറിൽ നിന്ന് വരുവാ? ആ, ഇത് എவ்வளோ റേറ്റിൽ കിടച്ചു? 11 രൂപ. 11. ആ, அது 11. ആ, இது வந்து 13 ரூபா. ആ, റേറ്റ് അഡ്ജസ്റ്റ് ആകുവാങ്ക? ரேட்டு பரவாயில்ல, ஒரு மாதிரி 30% பரவாயில்ல. ആ, അഡ്ജസ്റ്റ് പണി തരുവാങ്ക? பண்ணி தருவோம். തരും. ആ, ഇവിടെ ഈ കച്ചവടം ചെയ്യാൻ അറിയാവുന്നവർ വന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ റേറ്റിന് മേടിച്ചുകൊണ്ട് കൊണ്ടുവരും. ഇത് നമ്മുടെ കേരളത്തിൽ റേറ്റ് ഇതിലും കൂടുമോ? കേരളത്തിൽ കൂടുതലാണോ? കൂടുതൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നെയ്യായിട്ട് കാണും. ഓ, ശരി ശരി. ഇപ്പൊ ഇവിടുത്തെ ആടുകള് നല്ല ആടുകളാ അല്ലേ? നെയ്യ് കുറവാണ് അല്ലേ? അങ്ങനെയാണ്. ആ, ഇവര് നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചു തരുമോ? ഇല്ല, നമ്മളിവിടെ വന്ന് കൊണ്ടുപോകണം അല്ലേ? അല്ലാതെ എത്തിച്ചു തരില്ല. പാടുണ്ട്. ആ, ഇപ്പൊ ഇതെല്ലാം കൂടെ എത്ര രൂപയ്ക്കാ വാങ്ങിച്ചേ മൊത്തം? ഇത് 26. ഇത് നാടനാണല്ലേ? നാടനാടാണോ? നാടനാട്. ആ, ഇത് வந்து ചെമ്മരി. ആ, എല്ലാം ഉണ്ട്. ചെമ്മരി ഉണ്ട്. ആ, ഇത് வந்து നാടാണ്. ആ, ഇത് வந்து നാട്ടാണ്. ഓക്കെ. ഇത് നാട്ടാണ്. ഇതെല്ലാം ചേർത്തെന്ന് പറഞ്ഞാൽ 60 80 രൂപയ്ക്കുള്ളത്. 80,000 രൂപ അല്ലേ? 80,000 രൂപ. ഇത് ഈ വീടുകളിൽ നിന്നൊക്കെ കൊണ്ടിരുന്നല്ലേ ഇവർ വളർത്തുന്നേ? അതെ അല്ലേ? ശരി. ആ, നമുക്ക് പുറത്തുനിന്നുള്ള ആർക്ക് വേണമെങ്കിലും ഇവിടെ ആടിനെ കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റുമോ? അത് തമിഴ്നാട്ടിലുള്ളവർക്ക് പറ്റുള്ളൂ? ഇല്ല, ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കാം. ആ, അവിടെ ഇതുണ്ട്, അവർക്ക് പൈസ കിട്ടണം. പൈസ കെട്ടണം അല്ലേ? ടോക്കൺ എടുക്കണം അല്ലേ? ആ, ആ, അത് ഒരു ആട്ടിക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. ആ, ശരി ശരി. അത് ആ പൈസ ഒന്ന് നമ്മൾ കിട്ടണം അല്ലേ? ഇപ്പൊ നമ്മൾ വെളിയിരുന്ന ആട് കൊണ്ടുവന്ന് ഉള്ളിൽ കയറ്റിയ അതുക്കുള്ള പൈസ അവിടെ കിട്ടണം. അപ്പോൾ ഇവിടെ നാടൻ കോഴികളെയാണ് വിൽക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ട, എല്ലാം നാടൻ കോഴികളാണ്. പൂവനുണ്ട്, പെടയുണ്ട്. വലിയ കോഴികളാണ്, കുഞ്ഞുങ്ങളൊന്നുമില്ല. ഇതിൻ്റെ വില ഒന്ന് ചൊല്ലി തരുവാ? നാടൻ കോഴി അട വെച്ച് പൊടിയെടുക്കുന്ന കോഴി 500 രൂപ കിലോ. നമ്മ കേരള വിലയ്ക്ക് 370 കൊടുക്കണം. 370 രൂപ ഇത്. ആ, നമ്മ കേരള ഒറിജിനൽ റേറ്റ്. ഇതെല്ലാം വന്ന് പല പല റേറ്റാ? എല്ലാം ഒരേ റേറ്റ്. ഒരേ റേറ്റ്. ഇപ്പോൾ ഇവർ ഈ പറന്ന് പോകാതിരിക്കാനായിട്ടേ ഇത് കണ്ടില്ല, ഇങ്ങനെയുള്ള കമ്പുകളിൽ ഇങ്ങനെ വള്ളി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കാലിൽ ഇങ്ങനെ കുടുക്കിയിടും. അപ്പോൾ ഇതാണ് ചിന്നമന്നൂർ ടൗണ്. തേനി ജില്ലയിലെ തന്നെ വലിയൊരു ടൗൺഷിപ്പാണ്. അപ്പോൾ പ്രധാന ഹിൽ സ്റ്റേഷനായിട്ടുള്ള മേഘമലയ്ക്ക് ഈ ചിന്നമന്നൂർ വന്നിട്ടാണ് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് 30 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇപ്പോൾ നമ്മൾ പോയ മാർക്കറ്റൊക്കെ ഈ സെയിം റോഡിൽ തന്നെയാണ്. ഈ ടൗണിൽ നിന്ന് അല്പം മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ടൗണിൽ ധാരാളം കടകളും മാർക്കറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ വഴിയോര കച്ചവടങ്ങൾ നടത്തുന്ന ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എല്ലാ ദിവസവും, അതായത് ഈ കാണുന്ന ഈ ചെറിയ കടകളൊക്കെ എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. നമ്മളിപ്പോൾ പോയ ഒരു മാർക്കറ്റ് അത് മാത്രമേ ഉള്ളൂ ഈ വ്യാഴാഴ്ച ദിവസങ്ങളിൽ.
ഈ ചിന്നമന്നൂർ ഭാഗത്ത് വാഴക്കൃഷി ഭയങ്കര പേര് കേട്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ നോക്കിയാലും വാഴക്കുലകളൊക്കെ നിരത്തി വെച്ചേക്കുന്നത് കാണാം വിൽക്കാനൊക്കെ ആയിട്ട്. അത് ഒരുപാട് ഇനങ്ങൾ ഒക്കെ ഉണ്ട്. ഇപ്പോൾ സമയം 10 മണിയായിട്ടോ. ഇപ്പോഴാണ് ഈ ചന്തയൊന്ന് ആക്റ്റീവായത്. അപ്പോൾ ആടുകളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഈ കടകളെല്ലാം ഇവിടെ തുറന്നു വയ്ക്കുകയുള്ളൂ. കണ്ടില്ലേ, നമുക്ക് ആ ചന്തയ്ക്കകത്തേക്ക് കയറാം. അതിന് മുന്നേ ആയിട്ട് ഇവിടെ ഈ റോഡരികിൽ കുറേ കടകളുണ്ട് കേട്ടോ. ഫ്രൂട്ട്സൊക്കെ വിൽക്കാനായിട്ടുള്ള കടകളാണ് നമ്മളിവിടെ കാണുന്നത്. മാമ്പഴമുണ്ട്, അതുപോലെ ഞാവൽപ്പഴമൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇതിൻ്റെ സീസണാണ്. നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ പഴുത്തി ആടിപ്പോവാണ്, ആർക്കും വേണ്ട. നല്ല അടിപൊളി ഞാവൽപ്പഴം. ഇതെന്നാ വില കിലോ? 140 രൂപ അര കിലോയ്ക്ക്. ആ, അത്രയും വിലയുണ്ട് കേട്ടോ. നല്ല മധുരമുണ്ട്. ഈ ഒരു ടൈമാണ്, ഈ മഴക്കാലം തുടങ്ങുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഞാവൽപ്പഴങ്ങളൊക്കെ കായ്ച്ചു തുടങ്ങുന്നത്. അത് കേരളാവിൽ ഇருக்கு, ആർക്കുമേ വേണ്ട, എല്ലാം ചാടിപ്പോവല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മരത്തിൽ കയറി പറിച്ചാലാണ് നമുക്ക് കിട്ടുള്ളൂ. താഴെ വീണ് കഴിഞ്ഞാൽ ഇത് ചതഞ്ഞു പോകും. ഞാവലുണ്ട്, പിന്നെ മാതളമുണ്ട്, ഓറഞ്ച്, അതുപോലെ ഇത് ഷമാമ്. ഇവിടെ കണ്ടില്ലേ നൊങ്ക് കൊണ്ട് ഇറക്കിയേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവത്തിൻ്റെ ഒരു മേളമാണ് കേട്ടോ. ഒരു ദിവസം ഇവർക്ക് എന്തോ ഒരു ആളുകളാണ് നോക്കി. ഇപ്പം ഇതൊന്നും ആയിട്ടില്ല, ജസ്റ്റ് ഇത് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. തിരക്ക് കൂടി വരുന്നേ ഉള്ളൂ കേട്ടോ. കണ്ടോ, വഴിയോര കച്ചവടക്കാരാണ് നിരന്നേക്കണേ. അകത്ത് മെയിനായിട്ടും പച്ചക്കറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ പുറമെ ഒത്തിരി സാധനങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നത് കാണാം നമുക്കിവിടെ. കൊട്ട, വട്ടി, ചൂല്, അതുപോലെ വീട്ടുപകരണങ്ങൾ, കത്തി, വാക്കത്തി, തൂമ്പ. ഇവിടെ ചക്കപ്പഴം കണ്ടില്ലേ, ചക്കപ്പഴത്തിലൊക്കെ തമിഴ്നാട്ടിൽ എന്നാ ഡിമാൻഡാണെന്നൊക്കെ. വരിക്കച്ചക്കയാണ് കേട്ടോ. നല്ല സ്മെല്ല്. എന്നാ വില ഒക്കെ അത്? 50 രൂപ. 50 രൂപ. എത്ര പീസാ അത്? 10 പീസിന് 50 രൂപ അല്ലേ? 50 രൂപയ്ക്കാണ് വിൽക്കുന്നത്. കുറച്ച് ചക്കയൊക്കെ പറിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നാലോ, വിറ്റ് നല്ല പൈസ ഉണ്ടാക്കാം. ചക്കക്കുരു ഉണ്ട്, ചക്കക്കുരു ഇതേ കവറിലാക്കി വെച്ചേക്കുന്നു. 20 രൂപ. ആ, അതായത് ഈ ചക്ക മൊത്തം എത്രയാ? ഒരു ചക്ക എന്നാ വില? കേരള ചക്ക അല്ല, തമിഴ്നാട് ചക്കയാ. ആ, ഓക്കെ. ഇതെങ്ങനെ മുറിച്ചാണ് കൊടുക്കുന്നത്? ഇത് മുറിച്ച് കൊടുക്കുക. ആ, ഒരു ചക്ക എത്രയാ? ഈ ഒരു ചക്കയ്ക്ക് ഒരു ചക്ക വരുമ്പോൾ ഫുള്ളായിട്ട് വലിപ്പം അനുസരിച്ചാണ്. എന്നാലും ഒരു ആവറേജ് റേറ്റ് ഒന്ന് പറയാമോ, ഒന്ന് അറിയാനായിട്ടാ? 100 500 വരെ. 100 രൂപ മുതൽ 500 രൂപ വരും അല്ലേ? അത്രയുണ്ട്. ആ, ശരി. ആ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അല്ലാന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ചക്കകൾ ഈ വണ്ടിയിലൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്ന് ആലോചിക്കുക, നമുക്ക് നിസ്സാര പൈസയാണ് തരുന്നത്. അവർ എത്ര രൂപയ്ക്കാണ് വിൽക്കണേന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് ഇവിടെ കൊട്ട, വട്ടി, അതുപോലെ കരിമ്പനെ പോലെ കൊണ്ട് നെയ്തേക്കുന്ന പരമ്പുകൾ കാണാം. അതെല്ലാമാണ് ഇവിടെ വിൽക്കുന്നത്. നല്ല അടിപൊളി മുറങ്ങൾ കണ്ടില്ലേ. അതുപോലെ ഈർക്കിളിച്ചൂലുണ്ട്, ചിറ്റീന്തിൻ്റെ ചൂല് കാണാം. ചിറ്റീന്തിൻ്റെ ചൂലൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ്. തമിഴ്നാട്ടിൽ വന്നാൽ നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഈ വെസ്റ്റേൺ ഗഡ്സിലൊക്കെ ഈ ചിറ്റീന്ത് എന്ന് പറയുന്നത് ഇത് ഒരു പനയുടെ വർഗ്ഗത്തിൽപ്പെടുന്ന ഒരു തരം ചെടിയാണ്. നമ്മുടെ വെസ്റ്റേൺ ഗഡ്സിലൊക്കെ ധാരാളമായിട്ട് വളരുന്നതാണ്. അതായത് മെയിനായിട്ട് ഈ മലമ്പ്രദേശങ്ങളിൽ അത് ഇവരെടുത്തുകൊണ്ട് വന്നിട്ട് ഇത് വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുത്തിട്ട് ചീകി എടുത്തിട്ടാണ് ഈ ചൂല് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കുറേ കാലം ഈട് നിൽക്കും. അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും പോകുമൊന്നുമില്ല, നമ്മുടെ വീടിൻ്റെ അകമൊക്കെ അടിച്ചു വരാനൊക്കെ. പിന്നെ സാധാ ഈർക്കിളിച്ചൂലുണ്ട്. അക്ക ഇതെന്നാ വില? 30 രൂപ. 30 രൂപ. ഇതോ 80. ആ, ഇതോ 90. ആ, 80 രൂപയും 90 രൂപയാണ്. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പൈപ്പുണ്ട് പിടിയായിട്ട്. ഇതിങ്ങനെ വെച്ച് കെട്ടിയെടുത്തേക്കുവാണ്. അല്ലാതെ വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ടും തമ്മിൽ. ഇവിടെ വിലയൊക്കെ പറഞ്ഞത് പേശിയാണ് മേടിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. എല്ലാവരുടെയും കയ്യിൽ എന്താ ഇങ്ങനെ ഒരു ബിഗ് ഷോപ്പറൊക്കെ ഉണ്ടാവും. അത് നിറയെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാണ് തിരിച്ച് ഈ ചന്തയിൽ നിന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുൽപ്പായം തഴപ്പായൊക്കെ ഒരു കാലത്ത് ഉപയോഗിക്കുമായിരുന്നല്ലോ. ഇതിൽ കിടന്നു കഴിഞ്ഞാൽ നടുവേദന അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നല്ല സുഖമാണ്, നല്ല തണുപ്പാണ് ഇതിൻ്റെ മേളിൽ കിടന്നു കഴിഞ്ഞാൽ. അപ്പോൾ 2 വെറൈറ്റീസ് ഉണ്ട്. ഇതിന് 250 രൂപയും ഇതിന് 300 രൂപയാണ്. അതിൻ്റെ ആ കളറ് ഡിസൈനിലൊക്കെയുള്ള വ്യത്യാസം, വേറെ വലിയ പ്രത്യേകതകളൊന്നുമില്ല. ഇവിടെ കോഴിക്കുഞ്ഞുങ്ങൾ, ഗിനിക്കോഴി, ഗിനിയല്ല ഗിനി. ആ,
കണ്ടോ, ഗിനിക്കോഴി കുഞ്ഞുങ്ങളാണേ. ഇത് എത്ര മാസം പ്രായമായത്? ഇത് 3 മാസമായതാണല്ലേ. 1/2 കിലോ ഉണ്ടോ ഒരെണ്ണം? ആ, ഇതെങ്ങനെ ഇതിൻ്റെ വില? 600 രൂപ ഒരു പീസിന്. 600 രൂപ. ജോഡിക്ക് 600 രൂപ. ആ, ജോഡിക്ക് 600. പിന്നെ ഇത് നാട്ടുകോഴി. ഇതെന്നെ ഈ കോഴിക്ക് എന്നാ പേരാണേ? സോനാലി. ആ, നാട്ടുകോഴി തന്നെ. അതിൽ സോണാലി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ആ, ഇത് 600 രൂപ അല്ലേ? ആ ആ ആ, കണ്ടോ, നല്ല കളർ അടിച്ചേക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടോ. എന്തിനാണ് ഇങ്ങനെ കളർ മുക്കുന്നത്? ഈ പരിന്തൊക്കെ റാഞ്ചിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതെ അല്ലേ? ആ ആ, ഇതെവിടെ ഇത് കളർ ചെയ്യുന്നത്? ഇത് അണ്ണൻ തന്നെ ചെയ്യണോ? ആ, പല്ലടത്താ. ആ, ഇതെങ്ങനെയാ? ഇതിന്റെ വില എങ്ങനെയാ? 5 എണ്ണത്തിന് 100 രൂപ. ആ, കൊടുക്കും. അങ്ങനെ, ശരി ശരി. നല്ല രസമുണ്ടല്ലേ കുഞ്ഞുങ്ങളെ കാണാനായിട്ട്. അത് നമ്മുടെ നാട്ടിൽ കൂടെ കൊണ്ടുവന്ന് വിൽക്കുമെന്നാണ് പറഞ്ഞത്, ഈ സ്കൂട്ടറിൽ. ആ, വരും. ആ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ആ, ഇവിടെ ഈ പുറത്ത് ഒരുപാട് സാധനങ്ങളാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. കുറേ ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കണ്ടില്ലേ. ചീപ്പ്, കണ്ണാടി, പൊട്ട്, പൂട്ട്, ഷേവിങ് സെറ്റ്, അരിപ്പ, പിന്നെ കുറേ ചരടുകളുണ്ട്, കത്രിക, സ്ക്രൂ ഡ്രൈവർ, അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. ഇവിടെ ആയുധങ്ങൾ, കത്തി, വാക്കത്തി, അടുക്കള സാധനങ്ങൾ, ചിരവ, തൂമ്പ, ഉണ്ണിയപ്പച്ചട്ടി, അതുപോലെ ഈ ഫ്രൈ ചെയ്യാനായിട്ടുള്ള പാനുകൾ, ഇരുമ്പിൻ്റെയാണ്, എല്ലാം തന്നെ ഇരുമ്പിൻ്റെയാണ് കേട്ടോ. കത്തികളൊക്കെ ഒരുപാട് വെറൈറ്റീസ് നമുക്കിവിടെ കാണാം. അതുപോലെ ചിരവ തന്നെ അത് ഇങ്ങനെ കറക്കുന്ന ടൈപ്പ്, തേങ്ങ വെച്ചിട്ട് ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി. അപ്പോൾ അതുണ്ട്. പിന്നെ സാധാരണ ടൈപ്പിലാണ്, അതെല്ലാം ഇരുമ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇരുമ്പാണ്, കംപ്ലീറ്റ് ഇരുമ്പിൽ ചെയ്തിരിക്കുന്നതാണ്. കണ്ടില്ലേ, ഇത് ചെറിയ ഡിസൈൻ വർക്കുകളൊക്കെ ഉണ്ട്. പിന്നെ ഇറച്ചിയൊക്കെ മുറിക്കാനായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, പിന്നെ എലിക്കണിയുണ്ട്, മണ്ണ് മാന്തുന്ന സാധനം, ചപ്പാത്തി പലക, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. നമുക്ക് കത്തിയുടെയൊക്കെ ഒന്ന് വില ചോദിച്ചു നോക്കാം. കത്തി എന്ന് പറഞ്ഞത് ഇതിൻ്റെയൊക്കെ ഷേപ്പ് നോക്കി, ഈ അരുവാളിൻ്റെ ഷേപ്പ്. ഓ, ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു മൂർച്ചയുള്ള ഒരു ഭാഗം വരുന്ന നോക്കി. ഇതിങ്ങനെ അറക്കാനായിട്ടാണ്, ശരിക്കും ഇത് അറുത്തെടുക്കണം കേട്ടോ. സാധാരണ നോർമലായിട്ടുള്ള ഒരു കത്തിയല്ല ഇത്, ഇങ്ങനെ അറുത്ത് മുറിക്കുന്ന ടൈപ്പാണ്. വാക്കത്തികളൊക്കെ പല വിധത്തിൽ. ചെറിയ കത്തി. ഇതിൻ്റെയൊക്കെ വില എങ്ങനെയാണ്? 30 രൂപ. 30 രൂപ മുതലാണോ സ്റ്റാർട്ടിങ്? അതെ അല്ലേ? ആ, പിന്നെ ഇങ്ങനെയുള്ള പിച്ചാത്തികളുണ്ട്. ഇത് എവിടെ നിന്ന് കൊണ്ടുവരുന്നത്? തേനിയിൽ നിന്ന് കൊണ്ടുവരുന്നത് അല്ലേ? കംപ്ലീറ്റ് ഇരുമ്പ് ആയുധങ്ങൾ. വാക്കത്തി കണ്ടില്ലേ, ഈ വാക്കത്തിക്ക് എന്നാ 350 രൂപ. ആ, എത്ര വെറൈറ്റി ഉണ്ട്? ആ, 6 വെറൈറ്റി ഉണ്ട്. ഇതെത്ര ഇതാണ് തുടങ്ങുന്നത്? ആ ആ, അങ്ങനെ വില അനുസരിച്ച് അടുക്കി വെച്ചേക്കുവാണേ. 750 രൂപ വരെ അല്ലേ? 350, 250 രൂപ മുതൽ 250 രൂപ മുതൽ 750 രൂപ വരെയുള്ള വാക്കത്തികൾ. അതിലെല്ലാം ഷേപ്പും വ്യത്യാസമുണ്ട്. കണ്ടില്ലേ, ഇതാണ് 250-ൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയിലും ഉള്ള വ്യത്യാസം വിലയുടെ അനുസരിച്ച് ഉണ്ടാവും. പിന്നെ പിച്ചാത്തികൾ, ഇത് കംപ്ലീറ്റ് ഇരുമ്പിൽ ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണേ. പിന്നെ പിടിയൊക്കെ പൈപ്പ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്, വെൽഡ് ചെയ്ത്. ചെറിയ ചെറിയ കൈക്കോട്ടുകളുണ്ട്. ഇപ്പോഴാണ് ഇങ്ങനെയുള്ള അടുപ്പുകളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന സമയം. ഇരുമ്പിൻ്റെ അടുപ്പാണേ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ വില? 450 രൂപ. എല്ലാം ഒരേ സൈസാണോ? 450 രൂപ. ആ, വ്യത്യാസമുണ്ടല്ലേ സൈസ്? ആ, സൈസ് ചെറുതായിട്ട് വ്യത്യാസമുണ്ട്. നമുക്കെന്തായാലും ദേ ചന്തയുടെ അകത്തേക്കൊന്ന് കയറി നോക്കാവേ. ഇവിടെ വെളുത്തുള്ളി അല്ലി അടർത്തി വെച്ചേക്കുന്നുണ്ട്. അത് മുഴുവനായിട്ടുള്ളതുണ്ടോ? ഇത് നോക്കി എന്നാ വലിപ്പം നോക്കിയത്. വലിയ സൈസിലുള്ളതാണ്. അണ്ണ, ഈ വെളുത്തുള്ളി എവിടുന്നാ വരുന്നേ? ഇത് എവിടുന്ന് വരുന്ന ഈ വെളുത്തുള്ളി? എവിടുന്ന് കൊണ്ടിരുന്നേ? അല്ല,
இல்ல இது வந்து வடுகப்பட்டி இது கொடைக்கானல் കൊടൈക്കനാലിൽ നിന്ന് വരുന്നത് അല്ലേ? ആ ഇതിൻ്റെ വിലയൊന്ന് പറയാമോ? 40 റുപ്പീസ്. 15 rupees കാൽ കേജി ഇത് 60 rupees കാൽ കേജി. ആ കാ കിലോയ്ക്ക് അടർത്തി വെച്ചതിന് 50 രൂപ, ഈ മുഴുവനെ ഉള്ളതിന് 60 രൂപ. അപ്പോൾ ഇത് കാ കിലോ എന്ന് പറയുമ്പോൾ ഒരു 2-3 പീസ് അല്ലെങ്കിൽ 4 പീസ് കൂടുതൽ 4 പീസ് വരും അല്ലേ? ഓക്കെ അത്രേ വരുള്ളൂ. ഇവിടെ കണ്ണാർച്ചക്ക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നില്ല. കണ്ണാർച്ചക്കയും തണ്ണിമത്തനും അതുപോലെ സമോസയുണ്ട്. ഇവിടെ പലഹാരങ്ങളാണ് വിൽക്കുന്നത്. അതിൽ ഗീ റസ്ക് ഉണ്ട്. ഗീ റസ്ക് ഇങ്ങനെ പാക്കറ്റാക്കി വെച്ചേക്കുന്നതാണ്. ഇതിന് എന്നാ വില? 50 രൂപ. ഇത് എത്ര ഉണ്ട് ഇതിൻ്റെ തൂക്കം? 400 ഗ്രാം. 400 ഗ്രാമിന് 50 രൂപ. പിന്നെ പക്കാവട ഉണ്ട്, മിച്ചറുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അതെ സ്വീറ്റ്സ്, ഇതൊക്കെ സ്വീറ്റ്സ് ഐറ്റംസാണ് വരുന്നത്. മധുരസേവ, മുറുക്ക്, കപ്പ ചിപ്സ് ഉണ്ട്, കപ്പയുണ്ട്, വാഴയ്ക്ക ചിപ്സ് ഉണ്ട്. ഇതെല്ലാം തൂക്കി കൊടുക്കണം അല്ലേ? ആ കടല തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പട്ടാണിക്കടലുണ്ട്, റോസ്റ്റ് ഉണ്ട്. മിച്ചർ എന്നാ വില കിലോ? കാ കിലോ 50 രൂപ. എത്ര വെറൈറ്റി ഉണ്ട്? 2 വെറൈറ്റി ഉള്ളൂ. മുറുക്കുകളൊക്കെ പലതരത്തിലുള്ള കാണാം. ഇവിടുത്തെ കടകളെല്ലാം തന്നെ ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പടുതയുടെ കീഴിലിരുന്നാണ് വിൽക്കുന്നത് കേട്ടോ. ഈ ആഴ്ച ചന്ത മിക്കുന്നത് തമിഴ്നാട്ടിൽ കാണുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇവർ രാവിലെ വന്നതെല്ലാം കെട്ടി ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം കെട്ടിപ്പൂട്ടി വീട്ടിൽ പോകും. ഒറ്റ ദിവസം പരിപാടിയല്ലേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ അകത്ത് ഫിക്സഡ് ആയിട്ടുള്ള സ്റ്റാളുകളുണ്ട്. ഇവിടെ മാമ്പഴം കൂട്ടിയിട്ടേക്കണ കണ്ടോ? അവിടെ 40 രൂപയ്ക്ക് മാമ്പഴം എന്ന് വിളിച്ച് പറയുന്നുണ്ടേ. ഏതാ 40 രൂപ? 40 രൂപ. ഇതാ നീലം മാമ്പഴം 40 രൂപ അല്ലേ? ഇതെന്താ ഇത്? ഇതേതാ ഇനം? ഏതാ? വങ്ങണംപള്ളി. ഇതെന്നാ വില? 1.5 കിലോയ്ക്ക് 100. വിലക്കുറവാന്ന് പറഞ്ഞ് വിളിച്ചാണ് വിൽക്കുന്നത് കേട്ടോ. ഇതിനുള്ളിലായിട്ട് ഇങ്ങനെയുള്ള ഷീറ്റ് മേഞ്ഞേക്കുന്ന സ്റ്റാളുകളാണ്. അതിങ്ങനെ തിരിച്ചായിട്ട് കൊടുത്തേക്കുവാണ് ഓരോ ഐറ്റംസ് വിൽക്കാനായിട്ട്. പക്ഷേ ഇവിടെ ഒന്നും എല്ലാ സ്റ്റാളും ഒന്നും പ്രവർത്തിക്കുന്നില്ല. കണ്ടില്ലേ? ഇവിടെയൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുവാണ്. കുറച്ച് കടകൾ കണ്ടോ? ആ ഒരു ഭാഗത്തേക്ക് ഒത്തിരി ഉണ്ട്. ശരിക്കും ഇത് വലിയ വിപുലമായിട്ടുള്ളൊരു മാർക്കറ്റ് തന്നെയാണ്. വലിയ മാർക്കറ്റാണ്. ഇത് വമ്പൻ മാർക്കറ്റാണ്. കണ്ടില്ലേ? ഇതിൻ്റെ ഉള്ളിൽ പ്രധാനമായിട്ട് ഈ പച്ചക്കറികളും അതുപോലെ ഉണക്കമീനുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള മിക്ക സാധനങ്ങളും ഇവിടെ ഉണ്ട്. പുറമേ നിന്ന് കണ്ടപ്പോൾ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. ഒത്തിരി സ്റ്റാളുകളുണ്ട്. ഒരു വെറൈറ്റി സാധനം തന്നെ വിൽക്കുന്ന ഒത്തിരി കടകളുണ്ട്. ഉണക്കമീനെല്ലാം തന്നെ നമ്മുടെ നത്തോലി, ഉണങ്ങിയ നത്തോലി. ചെമ്മീൻ, ചെറിയ ചെമ്മീനുണ്ട്. ഈ ചെമ്മീൻ എന്നാ വില? ഈ ചെറിയ ചെമ്മീൻ 100 ഗ്രാമിന് 40. ഇതൊക്കെ കിലോയാണോ അതെയോ? 300 രൂപ. കിലോ 300 രൂപ അല്ലേ? കിലോ. ഇതെല്ലാം ഒരേ റേറ്റാണോ? വേറെ റേറ്റാ അല്ലേ? അത് വ്യത്യാസമുണ്ട് ചെറുതായിട്ട് അതിൻ്റെ വലിപ്പത്തിലൊക്കെ. ഈ പടുതയുടെ കളറേ താഴേക്ക് അടിച്ചിട്ട് ഇതിൻ്റെ ഒരു യഥാർത്ഥ കളർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കേട്ടോ. സവോളയും ചെറിയ ഉള്ളിയാണ് വിൽക്കുന്നത്. ഇവിടെ ശർക്കരയും അതുപോലെ തന്നെ കരിപ്പെട്ടിയാണ് വിൽക്കുന്നത്. ഇതെന്നാ വില? ശർക്കര 60 രൂപ കിലോയ്ക്ക് അല്ലേ? കിലോ. ഇതോ? രണ്ടും ഒരേ റേറ്റാണ്. അത് രണ്ട് ഐറ്റം അല്ലേ? ഒരേ ഐറ്റമാണ്. ഇത് കളർ വ്യത്യാസമുണ്ട്. കളറിൽ ചെറിയ ഇത് കുറച്ച് ലൈറ്റാണ്, ഇത് ഡാർക്കാണ്. 60 രൂപ കിലോയ്ക്ക്. പിന്നെ കരിപ്പെട്ടി നമുക്ക് കാണാം. കരിപ്പെട്ടി 100 രൂപ മുതലാണ്. ഇതിന് 100 രൂപ. ഇത് 200. ഇത് 200 അല്ലേ? ഓക്കെ. അപ്പോൾ ഇതോ? 300. ഇതിന് 300 രൂപയാണ്. എന്താ വ്യത്യാസമുണ്ടോ? കുട്ടികൾക്ക് അതെ, പിള്ളേർക്ക് കൊടുക്കാനായിട്ട് കുറച്ചുകൂടെ ഗുണം കൂടുതലുള്ളതായിരിക്കും. ക്വാളിറ്റി അനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ. ഇത് ഈ ചിരട്ടയ്ക്കകത്ത് ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത്. ഈ പനയുടെ അതിൻ്റെ നീരെടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ. ഇത് കരിമ്പീന്നല്ല, കരിപ്പെട്ടി ഉണ്ടാക്കുന്നത് അറിയായിരിക്കും. കരിമ്പനയെന്ന് ഉള്ളൊരു പ്രോഡക്റ്റാണ്. വാളംപുളി
വാളംപുളി ചതച്ച് അതിൻ്റെ കുരു കളഞ്ഞിട്ട് ചതച്ച് വെച്ചേക്കുന്നതാണ്. ഇതെന്നാ വില കിലോ? 20 രൂപ, 200. സോറി, 20 രൂപയ്ക്ക് ഇവിടെ പുളി കിട്ടും അല്ലേ? 200 രൂപ കിലോയ്ക്ക്, 200 രൂപയാണ് വില. വില കുറവാണോ കമ്മിയാണോ വില അതേ ജാസ്തിയാണോ? വില കൂടുതലാ? ആ ഏതാ? അമരപ്പയർ മാത്രമുള്ള വില കുറവ്? ആ എന്നാ വില അമരപ്പയർ? ഇതോ? ഇതൊക്കെ എല്ലാം വില കൂടുതലാണെന്ന് പറയണേ. 100? ആ ഓക്കെ, 150. ഏതാ 100? അതാ ക്യാരറ്റിന് കിലോ 100. ആ ഇവിടെ കമ്മിയായി കൊടുക്കില്ല. ആ അപ്പം നല്ല സാധനം വേണമെന്നുണ്ടെങ്കിൽ നല്ല വില കൊടുക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, എന്നാലും ഒരു പറയുന്നതിനൊരു മയം വേണ്ട, എല്ലാം വില കൂടുതലാണ്. പാവയ്ക്ക നോക്കി, വലിയ പാവയ്ക്കയുണ്ട്, നമ്മുടെ നാടൻ പാവയ്ക്ക ഉണ്ടല്ലോ, നാടൻ പാവയ്ക്ക നല്ല കയ്പ്പായിരിക്കും ഇതിന്. ഇവിടെ കറിവേപ്പില, പുതിന, മല്ലിയിലേക്കാണ്. ഇവിടെ ഇങ്ങനെ പ്ലേറ്റുകളിലാക്കിയിട്ട് കുറവശൊക്കെ വിൽക്കുന്നുണ്ട്. അത് ഈ നല്ല ക്വാളിറ്റി ഒന്നുമില്ല, ക്യാരറ്റൊക്കെ ഈ തിരിവ് വന്നേക്കുന്നതാണേ ഓരോ പ്ലേറ്റ്. ഇതെന്നാ ഒരു പ്ലേറ്റ്? 20 രൂപ. ഇതെല്ലാം ഒരേ വിലയാണോ? ഒരേ വില, എല്ലാം 20 രൂപ. തക്കാളി കൊണ്ട് കൂട്ടിയിട്ടേക്ക് നോക്കി. തക്കാളി എന്നാ വില? 1.5 കിലോ 50. തക്കാളി പലയിടത്തും പല റേറ്റിലാണ് വിൽക്കുന്നത്. ഇവിടെ 1.5 കിലോയ്ക്ക് 50 രൂപയുള്ളൂ. ആ അതിൻ്റെ വ്യത്യാസം ഉണ്ടോ? വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്. പയറുവർഗ്ഗങ്ങൾ, കടല, അതുപോലെ സോയാബീന്, നമ്മൾ പലചരക്കടയിൽ പോയി വാങ്ങിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പാക്കറ്റിലുള്ള പൊടി ഉൽപ്പന്നങ്ങളുണ്ട്. പിന്നെ കൂടുതലിവിടെ ലൂസായിട്ടാണ് വിൽക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, കൊണ്ടാട്ടമുണ്ട്, കടുക്, പയറ്, പുളി, സോയാബീന് 2 വെറൈറ്റി, അതുപോലെ ഉണക്കമുളക്. ഇത് ഈ കാണുന്നതെല്ലാം കൊണ്ടാട്ടങ്ങളാണേ. ഇതൊക്കെ ഓരോ പച്ചക്കറികളൊക്കെ ഉണങ്ങി വെച്ചേക്കുന്നതാണ്. പാവയ്ക്ക, ഇത് വെണ്ടയ്ക്ക, മുളക്, അതുപോലെ ചെറിയ പയറൊക്കെ ഉണങ്ങി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടാട്ടം, പല വെറൈറ്റീസിലുള്ള കൊണ്ടാട്ടങ്ങൾ നമുക്കിവിടെ കാണാം. മുളകിൻ്റെ വിലയും ചോദിക്കട്ടെ. ഉണക്കമുളക് ആണ്. ഇതെന്നാ വില? ഇത് മുളക് എന്നാ വില? 270. ആ 2 വെറൈറ്റി ഉണ്ട്. ഇതെന്നാ വെറൈറ്റി? ഇത് 280. പിരിയൻ മുളക്. ആ ഇതിന് 280, 270, 10 രൂപയുടെ വ്യത്യാസമുണ്ട് രണ്ടിനും. ധാന്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതെ, മല്ലി അതൊക്കെ ലൂസായിട്ടാണ് കൊടുക്കുന്നത്. പരിപ്പ്, ഉഴുന്ന്, പരിപ്പ് കുറേ വെറൈറ്റി ഉണ്ട്. ചെറുപയറുണ്ട്, വൻപയർ, പിന്നെ മസാലപ്പൊടികൾ, ഷാമ്പു കാര്യങ്ങളെല്ലാം അവിടെ തൂക്കിയിട്ടുണ്ട്. എണ്ണയുണ്ട്, സോപ്പുണ്ട്. ഈ ഒറ്റ ദിവസം കൊണ്ട് എത്ര രൂപയുടെ കച്ചവടമല്ലേ ഇവിടെ നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സ്റ്റേഷനറി കട തന്നെ ഇവിടെ സെറ്റ് ചെയ്തേക്കുവാണേ. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ്, സോപ്പ് പൊട്ടിയും അത്യാവശ്യം ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. വീണ്ടും നമുക്കിവിടെ ഒരു കട കാണാം ഇങ്ങനത്തെ ഉള്ള ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നത്. ലേഡീസ് ഐറ്റംസ്, കളിപ്പാട്ടങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, തവി, സ്പൂണ്. ഇതിൽ നടന്നു കഴിഞ്ഞാലേ ഇപ്പോൾ സാധനമൊക്കെ വാങ്ങിക്കാൻ വരുന്നവരാണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ തോന്നും എവിടുന്ന് വാങ്ങണം എന്ന്. കാരണം വിലയും വ്യത്യാസമുണ്ട്. പലയിടത്തും 5 രൂപ 10 രൂപയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. ഈ വിലയൊക്കെ നോക്കി വാങ്ങുന്നവരെ പല കടകളിലൊക്കെ പോയിട്ട് അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിന് ശേഷം മാത്രമാണ് വാങ്ങിക്കുകയുള്ളൂ. അങ്ങനെ വലിയ വിലക്കുറവൊന്നുമില്ല കേട്ടോ മിക്ക സാധനങ്ങൾക്കും. പിന്നെ സാധനങ്ങളുടെ ഒരു ധാരാളിത്തം നമുക്കിവിടെ കാണാം. ഒരൈറ്റം തന്നെ വിൽക്കുന്ന ഒന്നിലധികം കച്ചവടക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ തിരക്കില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. കൂടുതലും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് വരുന്നത്. ഇവിടെ ഒരു പാട്ടി ഇരുന്നിട്ട് തേങ്ങ വിൽക്കുന്ന കണ്ടില്ലേ? തേങ്ങ ഇങ്ങനെ വലിപ്പം അനുസരിച്ച് തരം തിരിച്ച് വെച്ചേക്കുവാണ്. തേങ്ങ വാങ്ങിച്ച് കഴിഞ്ഞാൽ ആദ്യം തേങ്ങ എടുത്ത് ഇങ്ങനെ കുലുക്കി നോക്കും. എന്നാ വില ഇത്? 3 എണ്ണം 90. ആ 3 എണ്ണം 90. ഇതെല്ലാം വ്യത്യാസമുണ്ടല്ലേ വില? ഇത് ചെറുതാണ്. ഇതെങ്ങനെയാ? 5 എണ്ണം 100. 5 എണ്ണം 100, 3 എണ്ണം 90. 3 എണ്ണം 110, 3 എണ്ണം 130. എന്ന് വെച്ചാൽ വലിപ്പം കൂടുതലുണ്ട്. വലിപ്പം അനുസരിച്ചാണ് ഇവർ വില ഇടുന്നത്. അതെ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ? ഇത് ഈ തമിഴ്നാട്ടിലെ പാട്ടിമാരൊക്കെ അരയിൽ കെട്ടിക്കൊണ്ട് നടക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ചില്ലറ പൈസയും എല്ലാ സാധനങ്ങളും, ചുണ്ണാമ്പ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇടാനായിട്ട്. ഇതൊരു ചരടൊക്കെ ഉണ്ട്. ഇതിങ്ങനെ കിഴി കെട്ടില്ലേ അതുപോലെ ഇതിങ്ങനെ അരയിലേക്ക് വെച്ചങ്ങ് ഈ സാരി കൊടുത്തതിൻ്റെ അരയിൽ വെച്ച് കെട്ടി വയ്ക്കും. എന്നിട്ടുള്ള സാധനങ്ങളെല്ലാം ഇതിൽ പറക്കിയിടും.
ചുണ്ണാമ്പ് സാധനങ്ങളൊക്കെ എന്നിട്ട് എടുത്ത് മുറുക്കും. തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ദോഷമൊക്കെ മാറാനായിട്ട്, ദൃഷ്ടി പതിയായിരിക്കാനായിട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ കുന്തിരിക്കം അല്ലേ? എന്താണ് കുന്തിരിക്കുവാണോ? ആ, പാൽ സാമ്പ്രാണി ഒന്ന് കാണിക്കുമോ? ഇത് ഇത് അല്ലേ? ശരി ശരി. ഒരു പൊടിയാ? ആ, കട്ടയായിട്ട് കിട്ടും. ആ, നമ്മൾ കൊണ്ട് പൊടിക്കണം അല്ലേ? ആ ആ ആ, ഓക്കെ. ആ, ഒരു സ്മെല്ലുണ്ടല്ലേ? ഒരു മൂക്കിലേക്ക് അടിച്ച് കയറി. ആ, എനിക്ക് തലവേദന ഉണ്ട് ഇപ്പം വെയിലടിച്ചിട്ട്. തലവേദനയ്ക്ക് നല്ലതാണോ? എന്നാ പോച്ചോ. ആ, ഓ എൻ്റെ അമ്മോ, അയ്യോ. ആ, നല്ലൊരു സ്മെല്ലുണ്ട്. ആ ആ, ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു എരിച്ചിൽ പോലെ. ആ, എവിടെയാ ചേട്ടൻ്റെ വീട്? എവിടെയാ? എൻ്റെ വീട് ഞാൻ താമസിച്ചത് കുമളിയില അല്ലേ? ആ, ഇതിങ്ങനെ ചെയ്യുന്നതിന് ഒരു പൈസയൊക്കെ തരുമോ? ആ, അതെ. നമ്മളൊരു സേവനമായിട്ട് ചെയ്യണം അതോ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണോ? നമ്മൾ സേവ ചെയ്യുന്നു, അവർ പൈസ തരുന്നു. ശരി ശരി, അതല്ലേ. ആ, പേരെന്തെന്നാ? എൻ്റെ പേര് മുഹമ്മദ് സലീം. കരിമ്പിൻ ജ്യൂസ് കുടിക്കാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഈ പൊരി വെയിലല്ലേ? ലൈവായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് തിരക്കാന്നൊക്കെ, അത് ഞാൻ പറഞ്ഞ ഒരു ഉത്സവത്തിൻ്റെ ഒരു ഫീലാണ്. തമിഴ്നാട്ടിലെ ചന്തകൾ എങ്ങനെയാണ്? ചന്ത ദിവസം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ആഘോഷത്തിൻ്റെ ദിവസമാണ്. സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ പോലും ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് അവിടെ നടക്കാൻ തന്നെ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഇവിടെ നോക്കേ, ഷെയർ ഓട്ടോയിൽ കയറി പോകണുണ്ടോ? എത്ര പേരാന്ന് നോക്കേ. ഈ ചന്തയുടെ വെളിയിൽ വിൽക്കുന്ന സാധനങ്ങൾക്ക് താരതമ്യേന വില കുറവാണ്. പിന്നെ ക്വാളിറ്റി അതനുസരിച്ച് കുറവായിരിക്കും. കണ്ടോ, ഈ പുറത്ത് വെക്കുന്ന സവോള കണ്ടാൽ അറിയാം, അതിൻ്റെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഒരു വില കുറച്ച് കൊടുക്കുന്നത്. 5 കിലോ 100 രൂപ. അപ്പോൾ ഈ ചന്തയുടെ തിരക്ക് കൂടുന്നതല്ലാതെ കുറയുന്നില്ല കേട്ടോ. അതിങ്ങനെ ഇതിൻ്റെ മുഴുവൻ കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ രാത്രി 8 മണി വരെ നിൽക്കേണ്ടി വരും. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുവാണേ. ഇവിടെ 4 കിലോ 100 രൂപ തക്കാളി. തുണിത്തരങ്ങളും വിൽക്കുന്നുണ്ട് ഇവിടെ. കുട്ടികളുടെ ഉടുപ്പുകൾ, മുണ്ട്, തോർത്ത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ചന്തകളിലൊക്കെ പോകുമ്പോൾ, ഇങ്ങനെയുള്ള ചന്തകൾ നമ്മുടെ നാട്ടിൽ പൊതുവേ കുറവാണ്. അപ്പോൾ ചന്ത കൂടാൻ പോകാമെന്നൊരു പ്രയോഗമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്ന പോലെയല്ല. ചന്തയിൽ പോയി നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ പക്കലുള്ള സാധനങ്ങൾ വിൽക്കാം, കാഴ്ചകൾ കണ്ട് നടക്കാം. ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുന്ന പോലെയാണ്. അതുകൊണ്ടാണ് ചന്ത കൂടാൻ പോകുന്നതെന്നൊക്കെ പറയുന്നത്. എന്തായാലും ചിന്നമന്നൂർ ചന്തയുടെ കാഴ്ചകളും ചെറിയ വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്.